കെ.ബി. ഗണേഷ് കുമാർ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയാണ്, ഒരു പൊതുപ്രവർത്തകന് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട്, പീഡന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു 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 എസ്കലേഷൻ വന്നാൽ അത് 100% പൊതുപ്രവർത്തനം നിർത്തിപ്പോണമെന്ന്. ഉളുപ്പില്ലാത്തവനെ, നിങ്ങളല്ലേ പൊതുപ്രവർത്തനം വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്? കെ.ബി. ഗണേഷ് കുമാർ വേഴ്സസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരൊറ്റ വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, കെ.ബി. ഗണേഷ് കുമാർ ഈ വിഷയത്തെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതെന്ന്. ഈ പറയുന്ന വിവാദമുണ്ടായ അന്നു മുതൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി നിലപാട് പറയാൻ കെ.ബി. ഗണേഷ് കുമാറിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം രാവിലെ തിരുവനന്തപുരത്തേക്ക് മന്ത്രിസഭാ യോഗത്തിലേക്ക് മുഖ്യമന്ത്രിയെ അതിനു മുമ്പ് കാണുന്നതിന് വേണ്ടി പോകുമ്പോൾ മാത്രമാണ് മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. അതിനുശേഷം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് മാധ്യമങ്ങളോട് പറയേണ്ടത്, മാധ്യമങ്ങൾക്ക് മുമ്പിലും ഇതെന്റെ ഒരു വിടവാങ്ങൽ പ്രസംഗമായി നിങ്ങൾ കാണണമെന്നും, നിങ്ങൾക്ക് DA കൂടി തരുവാനുള്ള എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയോടും ധനകാര്യമന്ത്രിയോടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നും, ഇത് നിങ്ങളുടെ സ്വകാര്യ സ്വത്താണ്, നിങ്ങൾ ഈ സ്വത്തിനെ കൈവശം വെച്ച് വൃത്തിയായി നാടിനായി കൊണ്ടുപോകണമെന്നും പറഞ്ഞ് കഴിഞ്ഞ വർഷക്കാലം ഗണേഷ് കുമാർ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ, മന്ത്രി, MLA കൃത്യമായ രീതിയിൽ KSRTCയെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു എന്നുള്ളതാണ്. ഏതു വിവാദത്തിന്റെ ചുടുകാറ്റടിക്കുമ്പോഴും കൃത്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് നിലപാട് പറയാനും തന്റെ ഭാഗം പറയാനും കെ.ബി. ഗണേഷ് കുമാർ കൃത്യമായി നിലപാട് പറഞ്ഞു. നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ചെയ്തത്? രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ സംസ്ഥാനങ്ങൾ തോറും ഇവിടെ വലവീശി പോലീസ്, ക്രിമിനലിനെ പോലെ അദ്ദേഹം മുമ്പോട്ട് പോയി. ഇന്ന് വരെ തൻ്റെ ശബ്ദമല്ലേ അതെന്ന് ചോദിച്ചപ്പോൾ എൻ്റേതാണെന്ന് പറയാനുള്ള ആർജവം പോലും രാഹുൽ കാണിച്ചിട്ടില്ല. എൻ്റേതല്ല എന്ന് പോലും രാഹുൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇന്നും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനോട് ആ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ സ്വഭാവവും ശബ്ദവും സ്വരവും എല്ലാം മാറുന്നതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വരെ ആ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ടൊരു ഒളിപ്പില്ലാതെ കഴിഞ്ഞ കാലങ്ങളെ മറന്നുകൊണ്ട് കെ.ബി. ഗണേഷ് കുമാറിനെതിരെ അഴിമതി ആരോപണത്തെക്കുറിച്ച് പറയണമെങ്കിൽ അഴിമതിരഹിതനായ ഒരു MLA വേണ്ടേ പറയാൻ, അഴിമതിരഹിതനായ ഒരു പൊതുപ്രവർത്തകൻ വേണ്ടേ പറയാൻ. ഇത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് മുങ്ങിക്കുളിച്ച് സൈക്കോപാത്തായി എത്രയോ വലിയ പീഡനങ്ങൾ നടത്തിയിട്ടുള്ള രാഹുൽ തന്നെ വന്നിട്ട് കെ.ബി. ഗണേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ കെ.ബി. ഗണേഷ് കുമാറിന്റെ തട്ട ആ വിഷയത്തിൽ താണാണ് ഇരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയറായ ക്ലാരിറ്റി കൂടി ഗണേഷ് ഈ വിഷയത്തിൽ വരുത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ തൂഫാനായി പോയി എന്ന് വേണം പറയാൻ. ഒരു രീതിയിലും നിലപാട് പറയാത്ത, ഒരു രീതിയിലും കൃത്യമായി കാര്യങ്ങൾ പറയാത്ത, എന്നും ഒളിച്ചോടിയിട്ടുള്ള, എന്നിട്ട് വന്ന് കൃത്യമായ കാര്യങ്ങൾ പറയുമ്പോൾ കെട്ടിച്ചമച്ച് കാര്യങ്ങൾ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി കെ.ബി. ഗണേഷ് കുമാർ വിഷയത്തിൽ ഒരിക്കൽ കൂടി നിലം പരിശായി പോയി എന്ന് പറയാതെ വയ്യ.